ഹായ് നമസ്കാരം, അഭിലാഷ് ഷാട്ടയാണ്. ഇന്ന് സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം നമ്മുടെ കൊച്ചിൻ ഹനീഫ്ക അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തറവാട് അദ്ദേഹം കളിച്ചു വളർന്ന വീടാണ്. ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. നമുക്കറിയാലോ, ഒരുപാട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഇന്നും നമ്മുടെ മനസ്സിലുള്ളൊരു ആളാണ് ഹനീഫ്ക. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നെഞ്ചെടുപ്പാണ്. ഞാൻ നേരത്തെ വന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ അനിയനുള്ള ടൈമിൽ വന്നായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമ്മുടെ മമ്മൂക്ക അദ്ദേഹം ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ വരുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഉമ്മ ഒരു ഗ്ലാസ് ചായ എന്നൊക്കെ പറയായിരുന്നു. അതൊരു ഓർമ്മയാണെന്ന് അനിയൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദിലീപേട്ടൻ ഇവിടെ ഒരു ദിവസം വന്നപ്പം ഹനീഫ്ക നിൽക്കുന്ന സമയത്ത് മിണ്ടിപ്പോൾ വല്ല മൈൻഡില്ല. അപ്പോൾ പറഞ്ഞു ജാടി ആയിരിക്കില്ലേ സിനിമാക്കാർക്കെന്ന് പറയുമ്പോൾ, അല്ല മോനെ എൻ്റെ വാപ്പ മരിച്ചിട്ട് ബോഡി കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുക. ദിലീപേട്ടൻ പെട്ടെന്ന് ഷോക്കായി പോയി. അത് പിന്നെ സൗഹൃദമായി ഒരുപാട് സിനിമകൾ ചെയ്ത് പറക്കുന്നില്ലേ പോലെ. എന്തായാലും പിള്ളേച്ച എല്ലാവരും കളിയാക്കി തറച്ച് കേട്ടപ്പേ എടാ പത്തി കുത്തി പറത്തും ഹനീഫ്കയുടെ സൗണ്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്തായാലും ഞാനും അലിൻജോസും നമ്മുടെ പ്രദീപും ആൽബിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഷൂട്ടും ഭാഗമായിട്ട് വന്നപ്പോൾ വീട് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ആ വീട്. നൊസ്റ്റാൾജിയ അനുഭവമാണ്. നമ്മുടെ വാത്സല്യത്തിലാണെങ്കിലും സാഗര സാക്ഷിയുടെ ലൊക്കേഷനിൽ നിന്ന് മമ്മൂക്ക ഇവിടെ വന്നൊന്ന് സാവോഡിസ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ നേരാണ്. വീട്ടിൽ ലോക്കഡാണ്, പക്ഷേ കാണാൻ പറ്റി. എന്തായാലും സന്തോഷം. ഈ വീട് കണ്ടതിലും കാണാൻ പറ്റിയൊരു വീഡിയോ ഒരുപാട് ഓർമ്മകളൊക്കെ എങ്ങനെയാ? ഓർമ്മകൾ ഒരുപാടുണ്ട്. പുള്ളിയുടെ സിനിമകൾ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരാണ്. ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്. എനിക്ക് വാത്സല്യം, ഡയറക്ഷൻ ചെയ്ത വാത്സല്യം അതന്നെ ഭയങ്കര ഹിറ്റ് സിനിമ അല്ലേ. പാണ്ടിപ്പടയിൽ പുള്ളി ആക്ട് ചെയ്തേക്കണല്ലേ. ഡയറക്ഷൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ആക്ട് ചെയ്ത് ഇഷ്ടമല്ല, അഭിനയം ഇഷ്ടമല്ലേ? അഭിനയം ഇഷ്ടമാണ്. പിന്നെ അഭിനയത്തിലൂടെ എന്നെ പ്രേക്ഷകരിലേക്ക് ഡയറക്ടറിലൂടെ ആരാണ് അറിയപ്പെടുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. കാരണം ഈ ഓർമ്മകൾ, ഈ മാവൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് വർഷം പഴക്കമുള്ള മാവ് കാര്യങ്ങളൊക്കെയാണ്. വീട് തന്നെ ഇവിടെ ഓടിക്കളിച്ച് എന്താ പറയുക, നല്ല ഫീലിംഗ്. ഹലോ നമസ്കാരം. രണ്ട് വാക്ക്. അല്ല, നമ്മള് ഹനീഫിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടു വാക്കി പറഞ്ഞിട്ട് കാര്യം തീരില്ല. തന്നെ നമുക്ക് ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെറുപ്പകാലം ഏറ്റവും കൂടുതൽ നന്നാക്കിയ ഒരു വ്യക്തി എന്ന് പറയും. നമ്മുടെ ചെറുപ്പത്തിലെ ഓർമ്മകളെ ഏറ്റവും കൂടുതൽ മധുരമാക്കിയതും കോമഡി നിറഞ്ഞതാക്കിയതും. നമുക്ക് ഇപ്പോഴായാലും നമുക്കൊരു സിനിമ കാണുമ്പോൾ പഴയ ആ ഒരു കോമഡീസ് ഒന്നും നമുക്ക് ഈ ഹനീഫിക്ക പോലത്തെ ലെജൻസിന്റെ ഒക്കെ ഒരു കോമഡി വർക്കൗട്ട് ആവുന്ന രീതിയിൽ ഇപ്പോഴത്തെ ആൾക്കാരും കോമഡി ചെയ്യുന്നുണ്ട്. പക്ഷെ വൺ ടൈം വാച്ചബിൾ ആണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ നമ്മുടെ ആ പണ്ടത്തെ ആ വൈബ് ഒരിക്കലും കിട്ടില്ല. നമുക്കിപ്പം തന്നെ ഒരു പടം രണ്ടാമത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ മീശമാധവൻ പോലെ ഹനീഫ്ക അഭിനയിച്ച സിനിമ മഹാദേവൻ 5 അടി 5 ഇഞ്ചൊക്കെ നമ്മളൊക്കെ എപ്പോഴും ഇരുന്ന് കാണുന്നത്. ഒരുപാട് നമുക്ക് വാച്ചബിൾ ആണ്. കോംബോ ഉണ്ട്. എല്ലാവരും ഈ ആളുടെ കൂടെ ഉണ്ടാവില്ലേ, പോലീസുകാരായിട്ട് അല്ല, എൻ്റെ ചങ്കുകളായിട്ട്. അപ്പോൾ ഹനീഫ്ക പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും സാറിൻ്റെ കൂടെ ഉണ്ടാവും. ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു. എന്തായാലും സന്തോഷം, ഹനീഫ്കയുടെ വീട് കാണാൻ സാധിച്ചു. ഒരുപാട് അഭ്യസിച്ച വ്യക്തിയാണ് ഹനീഫ്ക. ദിലീപേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ, ജയറാമേട്ടൻ, മുകേഷ് ഏട്ടൻ, മണിച്ചേട്ടൻ. അപ്പോൾ ഒരുപാട് മറക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം ഒന്നുകൂടി അർപ്പിക്കാം. ഓർമ്മകൾക്ക് മുമ്പിൽ ഇപ്പോൾ 12-13 വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ വീട് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇനിയും നമ്മുടെ മനസ്സിലുണ്ടാവും ഹനീഫ്ക. താങ്ക് യു.